പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. പുത്തൻ പ്രതീക്ഷകളുമായി ഒരു പുതിയ ദിവസം തുടങ്ങുകയാണ്, ഒരു പുതിയ ആഴ്ച തുടങ്ങുകയാണ്. ചെയ്തു തീർക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു ആഴ്ചയായിരിക്കും. അതെല്ലാം വളരെ നന്നായി തന്നെ എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഒരാഴ്ച തുടങ്ങുമ്പോൾ ആശംസിക്കാം. വാർത്തകളുടെ കാര്യത്തിലേക്ക് വന്നാൽ രാവിലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ കണ്ടു. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച സമാനമായ രീതിയിൽ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ഒരു വാർത്തയിലാണ് തുടങ്ങുന്നത്. ആലുവയിൽ യുവതിയെ കഴുത്ത് മുറുക്കി സുഹൃത്ത് കൊന്നു. അതിനുശേഷം വീഡിയോ കോളിൽ ആ മൃതദേഹം സുഹൃത്തുക്കളെ കാണിച്ചു എന്നൊക്കെയുള്ള ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒപ്പം ധർമ്മസ്ഥല കഴിഞ്ഞ കുറേ ദിവസമായി ന്യൂസ് 18 ആ വാർത്തയ്ക്ക് പിറകെ തന്നെയാണ്. ധർമ്മസ്ഥലയിൽ പുതിയ അന്വേഷണ സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തെ DGPയുടെ നേതൃത്വത്തിൽ ഇന്നലെ നിയോഗിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ന്യൂസ് 18. ഈ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ആ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ആ വാർത്തകളിലേക്ക് തന്നെ വളരെ വിശദമായി പോകാം. ആദ്യം തലക്കെട്ടുകൾ. ഭൂമി ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഒപ്പം ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ആ ഒരു കേസുണ്ട്. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ധർമ്മസ്ഥലയിൽ 100-ലേറെ പേരെ കൊന്നു കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ പ്രദേശത്തെത്തി ന്യൂസ് 18 വാർത്താ സംഘം. വനത്തിനുള്ളിൽ മണ്ണുമാന്തി തെരച്ചിൽ നടത്തും. പ്രത്യേക അന്വേഷണ സംഘം ദുരൂഹതയുടെ ചുരുളഴിക്കുമെന്ന് പ്രതീക്ഷ. SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് കൊല്ലപ്പെട്ട മലയാളി ജോയുടെ മകൻ അനീഷ്. ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കും. ആലുവയിൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത അരുംകൊല. യുവതിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന് വീഡിയോ കോളിൽ മൃതദേഹം സുഹൃത്തുക്കളെ കാണിച്ചു. കൊല്ലപ്പെട്ടത് കൊല്ലം കുണ്ടറ സ്വദേശിനി. നേര്യമംഗലം സ്വദേശി ബിനു കസ്റ്റഡിയിൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ആദായ നികുതി ഭേദഗതി ബില്ലടക്കം നിരവധി നിയമനിർമ്മാണങ്ങൾ പരിഗണനയ്ക്ക്. സി സദാനന്ദൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റിൽ ശശി തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. തിരുവനന്തപുരത്തെ പരിപാടികളിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കുമെന്ന് കെ മുരളീധരൻ. മനസ്സു തുറക്കാതെ KPCC നേതൃത്വം. വെള്ളാപ്പള്ളിയുടെ കോട്ടയം പ്രസംഗത്തിൽ വിവാദം തീരുന്നില്ല. തുറന്നടിച്ച് കത്തോലിക്ക കോൺഗ്രസ്. ക്രൈസ്തവർ അനർഹമായി നേടിയത് എന്തെന്ന് വ്യക്തമാക്കണമെന്ന് ഫാദർ ഫിലിപ്പ് കവിയിൽ. അധികാരത്തിന്റെ അപ്പക്കഷ്ണം നീട്ടിയാൽ സമചിത്തത നഷ്ടപ്പെടുന്നവരല്ല ക്രൈസ്തവരെന്നും വിശദീകരണം. ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുടെ വരവ് ചിലർ വിവാദമാക്കിയത് കേരളത്തിന്റെ പേര് മോശമാക്കാനെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തിരിച്ചടിക്കാതിരുന്നത് വീണ്ടും കേരളത്തെ ഇകഴ്ത്താനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കാൻ. സംസ്ഥാനത്തെ അപമാനിക്കാൻ ചിലർ ബോധപൂർവം നീക്കം നടത്തിയെന്നും റിയാസ് ന്യൂസ് 18 Q18-ൽ. വിശദമായ വാർത്തകളിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് 3 ആഴ്ചയിലേറെയായി ഈ വാർത്തയുടെ പിറകെ തന്നെയാണ് ന്യൂസ് 18 വാർത്താ സംഘം. ധർമ്മസ്ഥലയിൽ നിഗൂഢ രഹസ്യങ്ങൾ കുഴിച്ചുമൂടിയ ആ മണ്ണിലേക്ക് ന്യൂസ് 18 സംഘം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ബലാത്സംഗത്തിനിരയായി 100ഓളം പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചുമൂടിയെന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ വനപ്രദേശത്ത് നിന്ന് KV ബൈജു തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് ആദ്യം കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മസ്ഥലയിലെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലത്താണ്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലം. വലിയ തോതിൽ കാടുകൾ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 100ഓളം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹ അവശിഷ്ടവും ഇവിടെ നിന്നാണ് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ഒരുപാട് പിഞ്ചു കുട്ടികളെ ഉൾപ്പെടെ, വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുണ്ടായ ആ സ്ഥലം ന്യൂസ് 18 സംഘം ഇപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും
ഈ സ്ഥലം ഇത് കുഴിച്ച് പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ നിരന്തരം പറയുന്നത്. കോടതി പോലും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടും ഈ സ്ഥലത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ ഈ രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരുപാട് മൺകൂരകൾ പോലെയൊക്കെ രൂപപ്പെട്ടൊരു സ്ഥലമാണ്. ഇവിടെ ഒരു സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കോർഡിനേറ്റർ കൂടിയായ മനാഫ് കൂടി ചേരുന്നു. മനാഫ്, ഇവിടെ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ന്യൂസ് 18 ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സ്ഥലം നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നത്. ഇതാണ് ഇവിടാണ് ആയിരക്കണക്കിന് ആളുകളെ കുഴിച്ചിട്ട് എന്നുള്ള ശുചീകരണ തൊഴിലാളി ഭീമൻ്റെ വെളിപ്പെടുത്തൽ. ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ഈ തോട് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം കാണാം. അപ്പം ഇതന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നത്. അതായത് ഇവിടെ ഇത്രയും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും പോലീസിൻ്റെ ഒരു സംവിധാനം, ഒരു സംവിധാനവും ഇവിടെ ഇല്ല. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഈ ഒരു തെളിവുകളൊക്കെ ഇവിടെ നശിപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ ഒറ്റ സമാധാനമുള്ളൂ, ഇത് കുഴിച്ചിട്ടത് അറിയുന്നു. ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ്, ഒരു സംശയമില്ല. റിസ്ക് ആണ്. പിന്നെ നിങ്ങളാണ് ഇത് കൊണ്ടുവന്ന ആള്, ഈ വിഷയങ്ങൾ പുറലോകത്തേക്ക് കൊണ്ടുവരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലം കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളത്. ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം ഉള്ളോട്ടേക്ക് അന്ന് നമ്മൾ നടന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ നടന്നു പോയാൽ അവിടെയാണ് ഉള്ളത്. പല സ്ഥലത്തും അടയാളങ്ങൾ ഉണ്ട്. അതിപ്പോൾ ഒരു 11 കൊല്ലം പഴക്കമുള്ള അടയാളങ്ങളാണ് അയാളത്. ഇതാണ് ശുചീകരണ തൊഴിലാളിക്ക് ഈ സ്ഥലം കൃത്യമായിട്ട് എവിടെയാണ് മൃതദേഹം അടക്കം ചെയ്തത്? തീർച്ചയായിട്ടും അയാൾക്ക് ഈ മരങ്ങളിലും ഈ ഓരോ മരത്തിനും ഒക്കെ ഓരോ അടയാളങ്ങളുണ്ട്. അത് പ്രകാരം ഇവിടെ തന്നെ ചില സ്ഥലത്തൊക്കെ വസ്ത്രങ്ങൾ മരത്തിന് കെട്ടിയിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടയാളങ്ങളും ഇതൊക്കെ ഉണ്ട്. നമ്മൾ അയാൾക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ. ഈ സ്ഥലം കൃത്യമായി കളച്ച് പരിശോധിക്കുക, അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലേ? അതെ അതെ, അത് സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ദുരൂഹതക്ക് മറനീങ്ങി പുറത്തു വരും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും അനന്യ ഭട്ടിൻ്റേത് ഉൾപ്പെടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് അവർ കുടുംബം പോലും വിശ്വസിക്കുന്നത്. ഇവിടെ അധികം ദൂരം നമ്മൾ ഇതിലെ അകത്തേക്ക് നടക്കുന്നില്ല. കാരണം ഒരു പക്ഷേ ആ മൃതദേഹത്തിൽ ചവിട്ടിയായിരിക്കും നമ്മൾ ഈ പ്രദേശത്തേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്തായാലും 100 മൃതദേഹങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ടത് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശമാണ് പരിശോധിക്കേണ്ടത്. ഇവിടുന്ന് മുതൽ ഒരു ഏക്കറോളം സ്ഥലങ്ങളാണ്. ഇത് വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ഇവിടെയാണ് കൃത്യമായി പരിശോധിക്കുന്നത്. ഇവർ പരിശോധിച്ചാൽ പല തെളിവുകളും ഞെട്ടുന്ന, മണ്ണിൽ മൂടപ്പെട്ട നിരവധി രഹസ്യങ്ങൾ പുറത്തു വരും. അത് തന്നെയാണ് നിരന്തരം ന്യൂസ് 18 ആവശ്യപ്പെടുന്നത്, ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള വൈകാരികമായ ഒരു അവസ്ഥയാണുള്ളത്. കാരണം കൂടുതൽ ഇവിടെ ചവിട്ടി ഇങ്ങനെ പോകുന്നത് അത് സങ്കടകരമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു സുരക്ഷ പോലും ഒരുക്കിയിട്ടില്ല. ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറിൽ എത്തിയ സ്ഥലം. ഇതിന് കുറച്ച് മുകളിലാണ്. അപകടകരമായ അങ്ങേയറ്റം ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടു പോകാവുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് ആളുകൾ നമ്മളിങ്ങോട്ട് വരുന്നത് തന്നെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഈ സ്ഥലം ഒന്ന് കാണിക്കണം എന്ന് നേരത്തെ തന്നെ കരുതിയതാണ്. എന്ത് റിസ്ക് എടുത്താലും ഒരുപാട് ആളുകളുടെ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഡീസൽ ഒഴിച്ച് കത്തിച്ചെന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. കനത്ത മഴയാണ് ഇവിടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ മഴയെ പോലും വകവെക്കാതെ മഴയെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഈ മണ്ണിൻ്റെ ദൃശ്യങ്ങൾ കൂടുതൽ നടന്ന് ഈ ഭാഗത്തുകൂടി നടന്ന് പോകുന്നതിൽ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രദേശമാകെ ഒരു കിളച്ച് പരിശോധിക്കേണ്ട പറഞ്ഞ പ്രദേശമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറിൽ എത്തി അഭിഭാഷകർക്കൊപ്പം എത്തി ഇത്തരത്തിൽ 1 മണിക്കൂറോളം കാത്തുനിന്ന് പോലീസ് വരാത്തതോട് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മനാഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി ഒരു ചാനൽ ഈ സ്ഥലത്തെത്തുന്നു. നിബിഡ വനമാണ് ഇവിടെ. ഇതിന് അകത്തോട്ട് വലിയ തോതിൽ വനമുണ്ട്. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ തുടക്കത്തിൽ തന്നെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ വസ്ത്രങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം ഈ തലയോട്ടി കണ്ടെത്തിയത് ഇവിടെ നിന്നാണ്. ആ തലയോട്ടി ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കാണ് അയച്ചിട്ടുണ്ട്. എന്നാലും മഴ കൂടി വരികയാണ്. ഈ പ്രദേശം പ്രേക്ഷകർക്കൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഈ പ്രദേശം കിളച്ച് പരിശോധിച്ചാൽ ധർമ്മസ്ഥലയിലെ പല മൂടപ്പെട്ട രഹസ്യങ്ങളും പുറത്തു വരും. എന്തായാലും നമുക്കിവിടെ നിൽക്കുമ്പോൾ വൈകാരികമായ ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും
ഒരുപാട് പേർ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ മൃഗീയമായി ബലാത്സംഗം ചെയ്തും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയ ഒരുപാട് പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ള ഒരു പ്രദേശത്ത് വേണം ഇപ്പോൾ ഏതായാലും നമ്മളും നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് ഇത്രയും ഈ ഒരു സുരക്ഷ പോലും ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ദൃശ്യമെടുക്കാൻ ഞങ്ങൾ അത്രയും റിസ്ക് എടുത്ത് ഇങ്ങനൊരു ദൃശ്യം എടുക്കാൻ ഇവിടെ എത്തിയതും. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. ഏറ്റവും ദുരൂഹതകൾ ഉണർങ്ങുന്ന ആ മണ്ണിലേക്കാണ് ന്യൂസ് 18 സംഘം എത്തിയിട്ടുള്ളത്. അവിടെ എത്തുന്ന ആദ്യ മാധ്യമ സംഘം കൂടിയാണ് ഞങ്ങൾ. അവിടെ ആ മണ്ണിനിടയിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തു കേൾക്കുന്ന ഈ വാർത്തകളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള സംഗതികൾ എന്താണ്, വാസ്തവം എന്താണ് എന്നത് ആ മണ്ണിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കുഴിച്ചു പരിശോധിക്കുക എന്നത് ഇപ്പോൾ ഇന്നലെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലും വരുന്ന കാര്യമാണ്. ഇന്നലെയാണ് DGP പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കർണാടക ആഭ്യന്തര വകുപ്പ് നിയോഗിച്ചത്. ധർമ്മസ്ഥലയിൽ ഭൂമിക്കായി മലയാളിയെ കൊലപ്പെടുത്തിയ കേസും SITയുടെ അന്വേഷണ പരിധിയിൽ വരും. ഇത് സംബന്ധിച്ച് ഇന്നലെ ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് കൊല്ലപ്പെട്ട KJ ജോയുടെ മകൻ അനീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ധർമ്മസ്ഥലയിൽ സ്ഥലം തട്ടിയെടുക്കാനായി KJ ജോയിയെ കൊലപ്പെടുത്തിയ വാർത്ത ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഈ മലയാളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ ആ കുടുംബം ആവശ്യപ്പെടുന്നത് ഇത് പുനരന്വേഷണം നടത്തണമെന്ന ഒരു കാര്യമാണ്. അനീഷ് തന്നെ നമ്മോടൊപ്പം വീണ്ടും ഇന്ന് ചേരുകയാണ്. എങ്ങനെ കാണുന്നു ഈ അന്വേഷണത്തെ? സാറേ നമസ്കാരം. ഇന്നലത്തെ പോലെ അല്ല, ഇന്നിപ്പം നല്ല സന്തോഷമുണ്ട്. ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ ഇന്ന് നല്ല സന്തോഷമുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു SIT രൂപീകരിച്ചത് വളരെ നല്ലൊരു ഡെവലപ്മെൻ്റായിട്ടാണ് കാണുന്നത്. ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഇതിൽ നീതി ലഭിക്കും. നല്ലൊരു ടീമാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് ആക്ഷൻ കൗൺസിലുകാർ പറഞ്ഞതുപോലെ തന്നെ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നല്ലൊരു ടീമിനെയാണ് രൂപീകരിച്ചേക്കുന്നത്. ഇത് നല്ലൊരു ഡെവലപ്മെൻ്റാണ്. ഇതിൽ എല്ലാവർക്കും ആർക്കെല്ലാം അവിടെ നീതി ലഭിക്കാനുണ്ട് എല്ലാവർക്കും ഇതിൽ നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണ് വളരെ സന്തോഷമുണ്ട് സാർ. ഈ ഒരു കൊലപാതകമാണെന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു വാഹനം ഇടിച്ച ഒരു മരണം പോലെയാണ് അന്ന് ഉണ്ടായത്. ഇനിയിപ്പോൾ അത് കൃത്യമായ അന്വേഷണം നടക്കുന്ന ഒരു വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും സാറേ, അത് നടക്കും. ഏതൊക്കെയാലും നടക്കും. നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു സാറേ. അതുപോലെ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 20 ഏക്കറിലധികം 20 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്. അവിടെ ചെന്നെത്താൻ സാധിച്ചിട്ടില്ല. അത് തിരിച്ചിട്ട് വന്നൊരു പ്രദേശിപ്പോഴുണ്ട്. തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും അത് ലഭിക്കേണ്ടവർക്ക് കൃത്യം അത് ലഭിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു സാറേ. മറ്റൊരു കാര്യം, ഈ കേരളത്തിൽ ഇതിൽ ഒരു കേസ് കൊടുക്കുന്നതുമായി മുന്നോട്ട് പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ തീരുമാനം എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും സാറേ, ഒരു കേരളത്തിൽ തന്നെ ഞാനൊരു കേസ് ഫയൽ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഞാനൊരു കേസ് കൊടുക്കുന്നുമുണ്ട്. സൗജന്യ ആക്ഷൻ കമ്മിറ്റി അവർക്ക് ഞാൻ എൻ്റെ പൂർണ്ണമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ കുടുംബം അമ്മയോട് സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് അവർ പ്രതികരിച്ചത് ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുണ്ട്. ഞാൻ വീട്ടിൽ പോയി വിളിച്ച് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഫുള്ള് സപ്പോർട്ടീവാണ്. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. എന്തായാലും 2018 ഏറ്റവും ഒടുവിലായി നമ്മൾക്ക് പുറത്തു വന്ന ഒരു വാർത്തയാണിത്. അതിൽ 7 വർഷത്തിന് ശേഷം ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നുണ്ട്. അവർ ആ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ഈ കാര്യവും അന്വേഷിക്കും. ഇതിൽ ആരൊക്കെ കുറ്റവാളികളായിട്ടുണ്ടോ അവരെ പുറത്തു കൊണ്ടുവരും. വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട്. അതായത് ഭൂമി ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കൂടി ആ കേസിൽ കൂടി അവരെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഒപ്പം ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ആ ഒരു കേസുണ്ട്. അത്തരം കേസുകളെല്ലാം പുറത്തു വരുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. ഈ വാർത്തകൾ പുറം ലോകത്തെ അറിയിച്ച KB ബൈജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ അനീഷിനെ അവിടെ നിന്ന്, കർണാടകയിൽ നിന്ന്, ഈ ധർമ്മസ്ഥലയിൽ നിന്ന് ഏത് വിധേനയും അതിർത്തി കടത്താനുള്ള ശ്രമം നടക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ നമ്മളോടൊക്കെ സംസാരിച്ചതിന് ശേഷം ആരൊക്കെയോ പിന്തുടരുന്നു എന്ന് ആക്ഷൻ കൗൺസിലെ മനാഫൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് സുരക്ഷിതമായി എത്തിയിട്ടുണ്ട്. ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഈ വലിയ സമ്മർദ്ദങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഒരു യാഥാർത്ഥ്യത്തെ പുറത്ത് കൊണ്ടുവരാൻ ഈ ഒരു സംഘത്തിന് കഴിയുമെന്ന് അവർ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീജ, അത്തരത്തിൽ ആക്ഷൻ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്.
ആ രീതിയിൽ അന്വേഷണം പോകുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. എന്തായാലും ധർമ്മസ്ഥലയിൽ ഈ ഒരുപാട് രഹസ്യങ്ങൾ ഇത്തരത്തിൽ മൂടപ്പെട്ട ധർമ്മസ്ഥലയിൽ തന്നെയാണ് ന്യൂസ് 18 സംഘവും ഉള്ളത്. ഇതിന്റെ ഓരോ മിനിറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 സംഘം ഇവിടെ ഉണ്ടാകും. ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അത് പുറം ലോകം എത്തിക്കാനുള്ള ഒരു ഏക വഴിയാണ് നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ. എന്തായാലും അത് നമ്മൾ തുടരുമെന്ന് ആദ്യം തന്നെ അറിയിക്കട്ടെ. എന്തായാലും ഇന്ന് ഈ SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആ ഒരു അന്വേഷണം ഇന്ന് ആരംഭിക്കും. ഇന്ന് അവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും. ധർമ്മസ്ഥല പോലീസിൽ നിന്നും ഈ രേഖകളൊക്കെ, ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇന്ന് അവർ കൈമാറും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ. ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഈ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നുള്ളതാണ്. അത് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ വാക്കുകൾക്കപ്പുറം അദ്ദേഹം കാര്യങ്ങൾ വെളിപ്പെടുത്തിയേക്കാം. ഒരുപാട് അദ്ദേഹത്തിന് നേരത്തെ കണ്ട അത് നേത്രാവതി പുഴയുടെ തീരത്ത് മൃതദേഹ ശരീരങ്ങൾ ഒരുപാട് ഇത്തരത്തിൽ ഒഴുകിയെത്തുന്ന എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് അതിലും കൂടുതലായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകിയേക്കാം. അതിനൊപ്പം വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം, ഈ അനന്യ ഭട്ട് എന്ന ഒരു തിരോധാന കേസാണ്. MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ടിന്റെ വിശദമായ മൊഴി ഒരു പക്ഷേ 23 വർഷങ്ങൾക്ക് ശേഷം ആ അമ്മക്ക് പറയാനുള്ള വാക്കുകൾ, അമ്മയുടെ സങ്കടങ്ങളൊക്കെ കേൾക്കാൻ ഈ അന്വേഷണ സംഘം SIT തയ്യാറാകുന്നു എന്നതാണ്. അത് ഏറെ സന്തോഷകരമാണ്. ആ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് മകളുടെ അവസാനത്തെ അന്ത്യകർമ്മമെങ്കിലും ചെയ്യണമെന്ന ഒരു ആഗ്രഹം, അത് നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് അമ്മയുടെ അവസ്ഥയും ഒക്കെ. അതിനുവേണ്ടി അവർ കയറാത്ത വഴികൾ, സ്ഥലങ്ങളില്ല, എത്താത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ, ഏതായാലും അവരുടെ കാര്യങ്ങൾ കൂടി അവർക്ക് അത് സംഭവിക്കുന്നു. അവർ ഇവിടെ തന്നെ ഉണ്ട്, ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ട്. അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അവർ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. എന്നാലും നമ്മളും അവരുടെ സ്വാതന്ത്ര്യത്തെ അത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മളും അവരെ ഇതേക്കുന്നു. കാരണം ഇത് സത്യങ്ങൾ തെളിയണമെന്ന് മാത്രമേ ന്യൂസ് 18 സംഘത്തിനും ആഗ്രഹമുള്ളൂ. എന്നാൽ അത്തരം നടപടികൾ കടക്കും. അപ്പോഴും ഈ സ്ഥലം കുഴിച്ച് പരിശോധന നടത്തുന്നത് സംബന്ധിച്ച് നമ്മൾ അല്പസമയം മുമ്പ് ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് എത്തിച്ചതാണ്. അത് സംബന്ധിച്ച ഒരു തീരുമാനം കുറച്ച് വൈകാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. കാരണം ആക്ഷൻ കമ്മിറ്റിയുടെ ഉൾപ്പെടെ വാക്കുകൾ ഈ സംഘം കേൾക്കും. ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തും, സുജാത ഭട്ടിനെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം മറ്റൊരു സന്തോഷകരമായ വാർത്ത, KJ ജോയ് വാഹനമിടിച്ച് കൊല്ലപ്പെട്ടെന്ന് പറയുന്ന KJ ജോയിയുടെ മകൻ അനീഷിന്റെ അവസ്ഥയാണ്. കുടുംബം 7 വർഷങ്ങളായി ഇവിടെ നിന്ന് പലായനം ചെയ്ത കുടുംബം. ആ കേസ് കൂടി ഈ SIT അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നു എന്നതാണ്. അദ്ദേഹത്തെ മൊഴി രേഖപ്പെടുത്തുമെന്ന് അറിയുന്നു. അത് മാത്രമല്ല അതിൽ മറ്റൊരു പുതിയ ഡെവലപ്മെന്റ് ഉള്ളത്, തളിപ്പറമ്പ് പോലീസിൽ ഇന്ന്, അതായത് കേരളത്തിൽ ആദ്യമായി ധർമ്മസ്ഥലയിലെ ഒരു കേസ് ഇന്ന് തളിപ്പറമ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു. ആ KJ ജോയി കൊല്ലപ്പെട്ട കേസ് ഇന്ന് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വരുന്നു. 10 മണിയോടുകൂടി തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെത്തി മകൻ അനീഷ് അവിടെ പരാതി നൽകും. അങ്ങനെയാണെങ്കിൽ അതൊരു തുടക്കമാണ്. ധർമ്മസ്ഥലയിലെ കേസിൽ കേരള പോലീസ് കൂടി ഉൾപ്പെടാൻ പോകുന്നു. അതല്ലെങ്കിൽ ആ അന്വേഷണ സംഘത്തോടൊപ്പം ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കേരള പോലീസിന്റെ ഒരു സംഘം കൂടി ഉണ്ടാകും. ആ പരാതി അവിടെ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി കേരള പോലീസ് സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപാട് ഇത്തരത്തിലുള്ള അട്ടിമറിക്കപ്പെട്ട പല കേസുകളും ഇത്തരത്തിൽ ഇനിയും കേരളത്തിൽ നിന്നും ആളുകൾക്ക് മർദ്ദനമേൽക്കേണ്ട സാഹചര്യവും നടത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ട്. അവർ മറനീക്കി പുറത്തു വരാത്ത അല്ലെങ്കിൽ ഭയപ്പാടോട് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കതൊരു ധൈര്യമാകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വലിയ മാറ്റം ധർമ്മസ്ഥലയിൽ വന്നു തുടങ്ങി എന്ന് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനം ഒരു അസാധ്യമായ മേഖലകളിലൊക്കെ ചെന്നെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇവിടുത്തെ കുഞ്ഞുമക്കൾക്ക് ഭയം കൂടാതെ സ്കൂളുകളിലും മറ്റും പോകാൻ കഴിയുന്ന സാഹചര്യം, ആക്ഷൻ കമ്മിറ്റിക്കും വലിയ സന്തോഷം. അത് എന്തായാലും ഒക്കെ ഇന്നലെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും SITയുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. ഒരു പക്ഷേ രാവിലെ തന്നെ ആ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇന്നെത്തിയേക്കാം. ധർമ്മസ്ഥലയിൽ നിന്നും, ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ മുഴുവൻ കേസുകളുടെയും ഡയറി, അത് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇത്തരം മൊഴികളൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഈ പ്രദേശം കുറിച്ച് പരിശോധിക്കുക. ഒരു പക്ഷേ അവിടെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതാണ്, ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരം സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലം അത് സീൽ ചെയ്ത് കൃത്യമായി പോലീസ് കാവൽ. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ
നടന്നിട്ടും ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷ ഏർപ്പെടുത്തുകയോ അതിനൊന്നും വലിയ ചെലവുള്ളതല്ലല്ലോ. ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ നിന്ന് ഒരു പോലീസുകാരെ ഡ്യൂട്ടിക്ക് ഇടുകയോ ഒന്നുമില്ലെങ്കിൽ വലിയ തെളിവുകളുണ്ടെന്നോ പറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ആ ഭാഗത്ത് അത്തരത്തിലുള്ള യാതൊന്നുമില്ല അല്ലേ നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ? ഇല്ല ശ്രീജ, ഒരു തരത്തിലും ആ മേഖല സുരക്ഷിതമായി വെക്കാനോ ഇതിന്റെ എല്ലാം തെളിവുകളുടെ ഒരു കേന്ദ്രം അത് സുരക്ഷിതമായി വെക്കാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. തിരിഞ്ഞു നോക്കിയിട്ടില്ല പോലീസ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ആ സ്ഥലമുള്ളത്. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ പ്രദേശത്തിന് ചുറ്റും നമ്മൾ യാത്ര ചെയ്യുക ഉണ്ടായി. പക്ഷെ അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ നേരിട്ട് ആ സ്ഥലത്ത് തന്നെ എത്തുന്ന സാഹചര്യം, അത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സാഹചര്യം. അപ്പോഴും അവിടെ ഏതെങ്കിലും തരത്തിൽ ആ മേഖല സുരക്ഷിതമായി വെക്കുന്ന സാഹചര്യം ഇല്ല. ഈ ശുചീകരണ തൊഴിലാളി മാത്രം 100ഓളം പേരെ അവിടെ കുഴിച്ചിട്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം 2014 ഇവിടെ നിന്നും പലായനം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്, അദ്ദേഹത്തിന്റെ കുടുംബം. അതിനുശേഷം മറ്റാരെങ്കിലും ഉപയോഗിച്ച് എത്ര മൃതദേഹങ്ങൾ അതല്ലെങ്കിൽ എത്ര നമ്മുടെ കുഞ്ഞു കുട്ടികൾ അവരുടെ മൃതദേഹങ്ങൾ ഈ പ്രദേശത്തുണ്ടോ അതൊന്നും അറിയില്ല. അതിനൊന്നും ഒരു അന്വേഷണം നടത്താൻ പോലും അതിനൊരു തുടക്കം കുറിക്കാൻ പോലും ഈ 2 ആഴ്ച പിന്നിട്ടിട്ടും പരാതി നൽകിയിട്ടും പോലീസ് തയ്യാറായിട്ടില്ല. ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അഭിഭാഷകരും ആക്ഷൻ കമ്മിറ്റിയും ഉൾപ്പെടെ നിരന്തരം ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാലും പ്രത്യേക അന്വേഷണ സംഘം സംബന്ധിച്ച് പൂർണ്ണ വിശ്വാസം ഈ ആക്ഷൻ കമ്മിറ്റിക്കുണ്ട്. അവർ ആ ഒരു പരിശോധന നടത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. പക്ഷെ അടുത്ത ആഴ്ചയോ മറ്റുമായിരിക്കും അത്തരം നടപടികളിലേക്ക് ഇവർ കടക്കുക. കെ വി ബൈജുവാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കൊല്ലത്ത് വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് മറുപടി നൽകും. വീഴ്ചകളുടെ കാരണം വ്യക്തമാക്കണമെന്ന കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നോട്ടീസിനാണ് മറുപടി നൽകുക. സ്കൂളിൽ ഇന്ന് PTA-യും ചേരും. അനുസ്മരണ യോഗവും നടക്കും. മിഥുന്റെ മരണത്തിന് പിന്നാലെ അവധി നൽകിയ സ്കൂൾ നാളെയാവും തുറക്കുക. മാനേജ്മെന്റ് കമ്മിറ്റി പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയുടെ സഹായം കുടുംബത്തിന് കൈമാറും. കോഴിക്കോട് ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയുടെ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് കുടുംബത്തിന് വിട്ടു നൽകും. വീടിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റണമെന്ന് KSEB-യോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് കുടുംബം പറയുന്നത്. അപകട കാരണം KSEB-യുടെ വീഴ്ചയെന്നാരോപിച്ച് വിവിധ സംഘടനകൾ ഇന്നലെ KSEB ഓഫീസ് ഉപരോധിച്ചിരുന്നു. രേഖാമൂലം പരാതി കിട്ടിയില്ലെന്നും വീഴ്ചയില്ലെന്നുമാണ് KSEB-യുടെ വിശദീകരണം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പഹൽഗാം ഭീകരാക്രമണം, വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും പ്രതിപക്ഷം ഉന്നയിക്കും. ആദായ നികുതി ഭേദഗതി ബില്ല് അടക്കം 15 പ്രധാനപ്പെട്ട ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വരും. BJP നേതാവ് C സദാനന്ദൻ ഉൾപ്പെടെ രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യും. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, സഭാ സമ്മേളനങ്ങളുടെ ഇടവേളയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും പഹൽഗാം ഭീകരാക്രമണം തൊട്ട് പിന്നീട് നടന്ന കുറേ അവകാശവാദങ്ങൾ, എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്, ഇക്കാര്യങ്ങളിലൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗികമായ ഒരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല, ഉദ്യോഗസ്ഥ തലത്തിലല്ലാതെ. അപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം അത് ചോദിക്കും, അതിന് മറുപടി പറയേണ്ടി വരും. ഒപ്പം പ്രധാനപ്പെട്ട ബില്ലുകളുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ സഭാ സമ്മേളനം എത്രത്തോളം സംഭവബഹുലമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതെ ശ്രീജ, വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഏതായാലും 21 ദിവസം ആണ് സിറ്റിങ്ങുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 21 വരെ സഭയുണ്ട്. പക്ഷേ അപ്പോൾ പോലും 21 സിറ്റിങ്ങുകളാണ് നടക്കുന്നത്. ഏതായാലും മുൻപത്തേതുപോലെ തന്നെ സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ശ്രീജ സൂചിപ്പിച്ചു പറഞ്ഞ നിരവധി സംഭവങ്ങൾ ഈ 2 സഭാ കാലയളവിന് ഇടയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ വ്യക്തത വരുത്തണം, പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിനുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ആ യോഗം തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ കേന്ദ്രീകരിക്കാനാണ്. ഒന്ന്, പഹൽഗാമിലുണ്ടായ സുരക്ഷാ വീഴ്ച, അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ, ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം. അങ്ങനെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം സർക്കാരിനെതിരെ ആക്രമണം നടത്തേണ്ടത്, മറുപടി തേടേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഏകാഭിപ്രായം ഇന്ത്യ സഖ്യത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നീക്കമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പ്രത്യേകിച്ച് വെടിനിർത്തലിന് നയിച്ചത് അല്ലെങ്കിൽ മധ്യസ്ഥ വഹിച്ചത് താനാണെന്ന് ഡൊണാൾഡ് ട്രംപ് പല ഘട്ടങ്ങളിൽ അവകാശപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ അക്കാര്യം
നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് അവകാശവാദം പലപ്പോഴായി വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് അത് തലവേദനയാണ്. പ്രതിപക്ഷം അക്കാര്യം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയാണ് ആദ്യഘട്ടത്തിൽ ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടത്തിൽ എത്ര വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന ചോദ്യം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് BJP അടക്കം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തിരിച്ച് ദേശീയത അടക്കം ഉന്നയിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ തന്നെ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അക്കാര്യം സ്ഥിരീകരിച്ചു. അപ്പോൾ അക്കാര്യത്തിനും വ്യക്തത വേണമെന്ന ആവശ്യം സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കും. പ്രത്യേകിച്ച് പ്രതിപക്ഷം ആദ്യം മുതൽ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂരും പഹൽഗാമും ഭീകരാക്രമണവും ഒക്കെ തന്നെ ചർച്ച ചെയ്യണമെന്ന്. പക്ഷേ സർക്കാർ അതിന് വഴങ്ങിയിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക ചർച്ച തന്നെ ഇക്കാര്യത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രധാനപ്പെട്ട ചില ബില്ലുകൾ കൂടി വരുന്നുണ്ട്. അത് ആദായ നികുതി ഭേദഗതി ബില്ലടക്കം 15 ബില്ലുകളാണ് വരുന്നത്. 7 ബില്ലുകൾ പുതിയതായി വരും. നേരത്തെ അവതരിപ്പിച്ച അല്ലെങ്കിൽ പരിഗണിക്കാനിരുന്ന 8 ബില്ലുകൾ കൂടി ഏതായാലും ഇത്തവണത്തെ സഭാ സമ്മേളനത്തിൽ വരുന്നുണ്ട്. അങ്ങനെ 15 ബില്ലുകളാണ് ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്നത്. ഏതായാലും 10 മണിയോടുകൂടി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ പിന്തുണ വേണം, ക്രിയാത്മകമായ സെഷനായിരിക്കണമെന്ന കാര്യം തന്നെയായിരിക്കും പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്യുക. ഏതായാലും രാജ്യസഭയിൽ ഇന്ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. കാരണം C സദാനന്ദൻ്റെ സത്യപ്രതിജ്ഞ ഇന്നാണ്. അവർക്കൊപ്പമായിരിക്കും പാർലമെന്റിലേക്ക് ഏതായാലും C സദാനന്ദൻ തിരിക്കുക. മുൻ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ, ഒപ്പം തന്നെ V മുരളീധരൻ, കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ, AP അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവർക്കൊപ്പമായിരിക്കും ഏതായാലും പാർലമെന്റിലേക്ക് 10:00 പോവുക. ഇത് കൂടാതെ മറ്റു 3 അംഗങ്ങൾ, പ്രത്യേകിച്ച് ഹർഷ് സിംഗ്ല, ഒപ്പം തന്നെ ഉജ്ജ്വൽ നിഗൽ തുടങ്ങിയവരൊക്കെ തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി പാർലമെന്റ് ഇന്ന് തുടങ്ങുമ്പോൾ, പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ആരെയായിരിക്കും? സ്വാഭാവികമായും ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് വളരെ ശ്രദ്ധയോടെ നോക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരത്ത് പാർട്ടി പരിപാടികളിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കുമെന്ന് ഇന്നലെ K മുരളീധരൻ തുറന്നടിച്ചെങ്കിലും KPCC നേതൃത്വം എന്തായാലും ഔദ്യോഗികമായി കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. അതേസമയം ദേശീയത ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ തുടരാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് തരൂരുള്ളത്. തരൂർ ഒപ്പമില്ലെന്നും തലസ്ഥാനത്തെ പാർട്ടി പരിപാടികൾക്ക് ഇനി അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതില്ലെന്നും K മുരളീധരൻ തുറന്നടിച്ചെങ്കിലും വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മൗനം തുടരുകയാണ്. തരൂർ വിവാദങ്ങളിൽ ഹൈക്കമാൻഡിൻ്റേതാകും അന്തിമ തീരുമാനമെന്ന വിശദീകരണമാണ് നേതൃത്വത്തിൻ്റേത്. അതേസമയം ദേശീയതയുടെ പേരിൽ മോദി സ്തുതി നടത്തുന്ന ശശി തരൂരിനോട് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും. തരൂരിൻ്റെ പ്രസ്താവനകൾ പാർട്ടി നിലപാടിന് വിരുദ്ധമെന്ന് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ടെങ്കിലും പ്രവർത്തക സമിതി അംഗത്വം എടുത്തു കളയുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ തരൂരിനത് രക്തസാക്ഷി പരിവേഷം നൽകുമെന്ന ആശങ്കയിലാണ് AICC നേതൃത്വം. തരൂർ വിവാദത്തിൽ പ്രകോപനപരമായ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഹൈക്കമാൻഡ് വിലക്കിയിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. അതിനിടെ ശശി തരൂർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ശക്തിപ്പെട്ടെങ്കിലും തരൂരുമായി അടുത്ത വൃത്തങ്ങൾ ഇത് നിഷേധിച്ചു. മതസാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനുള്ള നീക്കം തരൂർ ക്യാമ്പ് നടത്തുകയാണെന്നാണ് സൂചന. വരുന്ന 25, 26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന CSI മധ്യ കേരള മഹാ ഇടവകയുടെ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ശശി തരൂർ പാലാ രൂപതയുടെ ജൂബിലി സമാപന സമ്മേളനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും ജോസ് കെ മാണിക്കുമൊപ്പം വേദി പങ്കിടും. മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിൻ്റെ ഈ നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആകാംക്ഷയ്ക്കാകും വഴി തുറക്കുക. പുകച്ച് പുറത്തു ചാടിക്കാനാവില്ലെന്ന നിലപാടിലാണ് ശശി തരൂർ. സ്വയം പുറത്തു പോകട്ടെ എന്ന നിലപാടിൽ പാർട്ടി നേതൃത്വവും. അതേസമയം തരൂരിൻ്റെ തുടർ നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് BJP കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയൊക്കെ വലിയ വിവാദമായിരിക്കുന്നു. ആദ്യം CPMന്റെ മന്ത്രി തന്നെ വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തി എത്തിയെങ്കിലും രാത്രിയായപ്പോഴത്തേക്കും CPM വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളെ തള്ളിപ്പറയുന്നത് കണ്ടിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ആ വേദിയിൽ വലിയ പ്രശംസയാണ് വെള്ളാപ്പള്ളിക്ക് വേണ്ടി ചൊരിഞ്ഞത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്തെത്തുകയാണ് കത്തോലിക്ക കോൺഗ്രസ്. ക്രൈസ്തവ സഭാ നേതൃത്വം അന്യായമായി ഇടപെട്ട് അനർഹമായി നേടിയത് എന്താണെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കണമെന്ന്
കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. അധികാരത്തിന്റെ അപ്പക്കഷ്ണം നീട്ടിയാൽ സമചിത്തത നഷ്ടപ്പെടുന്നവരല്ല ക്രൈസ്തവ നേതൃത്വം. നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ആര് നടത്തിയാലും അത് കേരളീയ സമൂഹം അവഗണനയോടെ തള്ളിക്കളയുമെന്നും ഫാദർ കവിയിൽ പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഗ്രീൻ അലർട്ട് ആണെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിഞ്ഞു. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ആ വഴി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഇതുവഴി പോകേണ്ട വാഹനങ്ങൾ പേരിയ, നെടുമ്പൊയിൽ ചുരം വഴി പോകണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കുറേ നാളായി നമ്മുടെ നാട്ടിലെത്തിയ ഒരു അതിഥി ഇവിടെ തന്നെ സ്ഥിരതാമസമാണ്. തിരിച്ചു പോകുന്നില്ലേ എന്ന് എല്ലാവരും ചോദിക്കാനൊക്കെ തുടങ്ങിയെങ്കിലും യന്ത്ര തകരാർ പരിഹരിച്ച ബ്രിട്ടീഷ് യുദ്ധവിമാനം ഒടുവിൽ യാത്രയ്ക്കൊരുങ്ങുകയാണ് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. F-35B നാളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങും. പാർക്കിംഗ് ഫീസ് ഇനത്തിൽ മാത്രം 8 ലക്ഷത്തിലധികം രൂപയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇതോടെ ലഭിക്കുക. വിമാനത്തിന് സുരക്ഷ ഉറപ്പുവരുത്തിയ ഇന്ത്യൻ അധികൃതർക്ക് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നന്ദി അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഹാങ്ങറിൽ നിന്ന് തകരാറുകളെല്ലാം പരിഹരിച്ച് F-35B യുദ്ധവിമാനം നാളെ വീണ്ടും ബ്രിട്ടന്റെ പടക്കളത്തിലേക്ക്. കഴിഞ്ഞ ജൂൺ 14 ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സേഫ് ലാൻഡിംഗ് നടത്തിയത്. ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാറിനെ തുടർന്ന് തിരിച്ചു പറക്കാൻ കഴിയാത്ത സ്ഥിതിയായി. F-35 യുദ്ധവിമാനത്തിലെ പൈലറ്റുമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യം തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും ഫലം കണ്ടില്ല. ഇതോടെയാണ് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ ആധുനിക യന്ത്രങ്ങളുമായി വിദഗ്ധ സംഘം ഇംഗ്ലണ്ടിൽ നിന്നെത്തിയത്. റോയൽ എയർഫോഴ്സിന്റെ 17-അംഗ വിദഗ്ധ സംഘമാണ് ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സാങ്കേതിക തകരാർ പരിഹരിച്ചത്. യുദ്ധവിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഇനത്തിൽ 8 ലക്ഷത്തിലധികം രൂപയാകും തിരുവനന്തപുരം വിമാനത്താവളത്തിന് ലഭിക്കുക. പ്രതിദിനം 26,261 രൂപയാണ് പാർക്കിംഗ് ഫീസായി ഈടാക്കുന്നത്. പശ്ചിമേഷ്യ വഴിയാകും യുദ്ധവിമാനം UK മടങ്ങുകയെന്നാണ് വിവരം. അതീവ സുരക്ഷയാണ് F-35 യുദ്ധവിമാനത്തിന് CRPF ഒരുക്കിയത്. വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ അധികൃതർക്ക് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഔദ്യോഗികമായി നന്ദി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജ്യോതി മൽഹോത്ര വിവാദം സംസ്ഥാനത്തിന്റെ പേര് മോശമാക്കാൻ നടക്കുന്നവരുടെ നീക്കമായിരുന്നുവെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ മന്ത്രി പോലും ചാരപ്പണി നടത്തുകയാണെന്ന് വരെ ആരോപിച്ചതെന്നും PM മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. രാഷ്ട്രീയമായ ആരോപണങ്ങൾക്ക് തിരിച്ചടിക്കാൻ തനിക്ക് കിട്ടിയത് ബമ്പർ ചാൻസ് ആയിരുന്നു. അത് ചെയ്യാതിരുന്നത് സംസ്ഥാനത്തിന്റെ പേര് മോശമാക്കാനുള്ള നീക്കം ഇതിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. കേരള സ്റ്റോറീസ് പോലെ മനഃപൂർവ്വം സംസ്ഥാനത്തെ അപമാനിക്കാനുള്ള ചിലരുടെ നീക്കമായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നതെന്നും റിയാസ് Q18 പറഞ്ഞു. ജ്യോതി മൽഹോത്ര വിവാദം വന്നപ്പോൾ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കാമായിരുന്നു, പക്ഷേ അങ്ങനെ വേണ്ട എന്ന് കരുതി വളരെ മൈൽഡായിട്ട് ആ റെസ്പോൺസ് നിർത്തായിരുന്നു. അതെന്തുകൊണ്ടാണ്? അതായത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ്. വലിയൊരു ആക്രമണമൊക്കെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് വന്ദേ ഭാരത് യാത്രയിലെത്തിയപ്പോൾ അതിന്റെ പിക്ചർ മാറുകയും ചെയ്തു. പക്ഷേ അതിൽ തിരിച്ചടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. തിരിച്ചടിക്കാനുള്ള ബമ്പറാണ് അടിച്ചത്. പക്ഷെ അതിനൊന്നും നിൽക്കുന്നില്ല. എന്താ വെച്ചാൽ അതും ഞാൻ പറഞ്ഞുതരാം. അത്തരം വിവാദങ്ങളും ടൂറിസം മേഖലയ്ക്ക് ഗുണമല്ല ചെയ്യുക. അതായത് കേരളം ചാരന്മാരെ സംരക്ഷിക്കുന്നവരുടെ കൂടാരമാണ് എന്നാണല്ലോ ആ പ്രചരണത്തിൻ്റെ ഒരു ആംഗിൾ. കേരളത്തിലെ ഒരു മന്ത്രി തന്നെ ചാരന്മാരെ സംരക്ഷിക്കുന്നയാളാണ്. അതിന് വേറെ ചില നിറം കൂടി നൽകാൻ ശ്രമിച്ചു. അപ്പം അങ്ങനെയുള്ളൊരു വിവാദം തുടർന്ന് പോകുമ്പോൾ അത് എങ്ങനെ ആയിക്കോട്ടെ, അതിൻ്റെ വസ്തുത ജനത്തിന് അറിയാം. ഇതൊന്നും മന്ത്രി അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നേരിട്ട് അറിഞ്ഞിട്ട് ഒരാളിത് ചെയ്യില്ല എന്ന് സാമാന്യ ബോധമുള്ള ആരും ചിന്തിക്കുന്നതാണ്. പിന്നെ എന്തിനീ വിവാദം? ഇപ്പം കേരള സ്റ്റോറി സിനിമ ഇറങ്ങി. സിനിമ കണ്ട ഒരു മലയാളിയും അംഗീകരിക്കില്ല ഇത് കേരളത്തിൽ നടക്കുന്നതാണ്. പക്ഷേ പുറത്ത് നടന്ന പ്രചരണം എന്താ? ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യയിലെ ചില സ്റ്റേറ്റിൽ ഹൗസ്ഫുള്ളായിട്ട് അത് ഓടിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിത് ശരിയല്ല എന്ന് തോന്നുന്നത് പുറത്ത് ഇതെന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു. നാഷണൽ മീഡിയാസ് ഈ വിഷയത്തെ എങ്ങനെയാണ് എടുത്തത്? നാഷണൽ മീഡിയാസ് ഈ വിഷയത്തെ വലിയ നിലയിലേക്ക് എടുത്തു. വ്യക്തിപരമായി നമ്മളെ ചേർത്തുകൊണ്ട് വലിയ പ്രചരണം നടന്നു. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു ടൂറിസ്റ്റ് വരുമോ ഇല്ലയോ? ഇതാണ് പോയിന്റ്. കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു വിദേശ സഞ്ചാരി ഇത് അടിച്ചു നോക്കുമ്പോൾ കേരളം ഇങ്ങനെ ഒരു മന്ത്രി തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു, ഇങ്ങനെ കുഴപ്പമുണ്ടോ, ഇങ്ങനെയുള്ള പ്രശ്നമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ളവർ ഇങ്ങനെ കാണുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ കിട്ടിപ്പോയി, വന്ദേ ഭാരത് എന്നൊന്ന് കൊടുക്കാം എന്ന് കരുതുന്ന നിലയിലേക്കുള്ള ഇടുങ്ങിയ മനസ്സല്ല ഞങ്ങളുടെ മനസ്സ്. പിന്നെ വിശാലമായിട്ടാണ് കാണുന്നത്. വിശാലമായി കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് പ്രധാനം. കാലവർഷവും ന്യൂനമർദ്ദവും കനത്തപ്പോഴും കൊച്ചി വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ വർഷം. അതിന്റെ പ്രധാന കാരണം കൃത്യമായി നടന്ന മഴക്കാല പൂർവ്വ ശുചീകരണമാണ്. കനാലുകളുടെ ശുചീകരണത്തിൽ ഇക്കുറി കൊച്ചി കോർപ്പറേഷന് പുറമെ ജലസേചന വകുപ്പിന്റെ കൂടി ഇടപെടലുണ്ടായിരുന്നു. നഗരമധ്യത്തിലൂടെ പോകുന്ന തേവര പേരണ്ടൂർ കനാലിന്റെ പ്രവർത്തനങ്ങൾ ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. കൊച്ചി വടുതലയിൽ വെള്ളിയാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ. ക്ഷമിക്കണം, ആ റിപ്പോർട്ട് മാറിപ്പോയതിൽ ഖേദിക്കുന്നു. ശരിയായ റിപ്പോർട്ട് ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമല നീലിമല പാതയിൽ ഭക്തർ തെന്നി വീഴുന്നത് പതിവാവുകയാണ്. മഴ കനത്തതോടെ 40 ഭക്തരാണ് ഈ സമയത്തിനിടയിൽ നീലിമല പാതയിൽ വീണ് പരിക്കേറ്റത്. പാതയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആരോപണമുയരുന്നുണ്ട്. അപകടങ്ങൾ പതിവായതോടെ നീലിമല പരമ്പരാഗത പാതയടച്ച് സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഭക്തരെ കടത്തിവിടുന്നത്. നീലിമല പാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് തീർത്ഥാടകർക്ക് തെന്നി വീണ് പരിക്കേറ്റത്. കേന്ദ്ര സർക്കാരിന്റെ പ്രസാദം പദ്ധതിയിലൂടെ 12 കോടി മുടക്കി നീലിമല പാത പുനർനിർമ്മിച്ചിരുന്നു. അയ്യപ്പന്മാർ മല കയറുന്ന പാതകളിൽ കരിങ്കൽ പാളികൾ പാകിയായിരുന്നു നിർമ്മാണം. മഴക്കാലമായതോടെ കരിങ്കൽ പാലുകളിൽ പായൽ പിടിച്ച് വഴുക്കലുണ്ടായതാണ് ഭക്തർ തെന്നി വീഴാൻ കാരണം. നിർമ്മാണ ഘട്ടത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വിമർശനമുന്നയിച്ചെങ്കിലും തിടുക്കത്തിൽ പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു. നിർമ്മാണത്തിലെ പാളിച്ചകൾ കാരണം ആദ്യഘട്ടത്തിൽ തന്നെ കരിങ്കൽ പാളികൾ പല സ്ഥലത്തും ഇളകി മാറിയ സ്ഥിതിയിലാണ്. കഴിഞ്ഞ 4 ദിവസമായി മഴ കനത്തതോടെ നീലിമല പാതയിലൂടെ ഭക്തർക്ക് സഞ്ചാരം തന്നെ ദുർഘടമായി. 40ഓളം പേരാണ് ഈ വഴിയിൽ തെന്നി വീണ് പരിക്കേറ്റത്. പലരുടെയും കാലിനും കൈക്കും തലയ്ക്കുമാണ് പരിക്കേറ്റത്. മല ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഭക്തരുടെ വലിയ തിരക്കാണ് സ്വാമി അയ്യപ്പൻ റോഡിൽ. കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മുന്നിൽ കാണാതെ നിർമ്മാണം നടത്തിയതാണ് നീലിമല കാനനപാത അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് വഴിവെച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. പൊതുമരാമത്ത് വിദ്യാഭ്യാസ വകുപ്പുകൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി ജി സുധാകരൻ. ദേവാലയങ്ങൾക്ക് നൽകുന്ന പണം സ്കൂൾ പണിയാൻ നൽകിക്കൂടെ എന്നാണ് സർക്കാരിനോട് സുധാകരന്റെ ചോദ്യം. അമ്പലങ്ങൾ സ്ഥാപിക്കുന്നത് സർക്കാരിന്റെ ജോലിയല്ലെന്നും ജി സുധാകരൻ വിമർശിച്ചു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അമ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചതിനെതിരെയാണ് മുൻമന്ത്രിയുടെ വിമർശനം. കേന്ദ്രത്തിന്റെ പണം ഉപയോഗിച്ച് UP-യിൽ അമ്പലം പണിതതിനെ വിമർശിക്കുന്നവരാണ് നമ്മളെന്നും നാളെ മുസ്ലിം പള്ളികളോ ക്രിസ്ത്യൻ ദേവാലയങ്ങളോ ചോദിച്ചാൽ സൗകര്യങ്ങൾ കൊടുക്കാനാകുമോ എന്നും സുധാകരൻ ചോദിക്കുന്നു. നീലസ്മുറികളുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് പൈസ വാങ്ങി അമ്പലത്തിന് കൊടുക്കുന്ന പരിപാടി എല്ലാം വേണം. അമ്പലം നോക്കാൻ ദേവസ്വം ബോർഡുണ്ട്, അവർക്ക് പൈസയുടെ കുറവുണ്ടെങ്കിൽ സർക്കാരിനോട് ചോദിക്കാം. സർക്കാരിന് ദേവസ്വം ബോർഡിന് പൈസ കൊടുക്കാം, നേരിട്ട് ക്ഷേത്രത്തിന് പൈസ കൊടുക്കാൻ സർക്കാരിന് അധികാരമില്ല. ദേവസ്വം ബോർഡിന് കൊടുക്കാം, അവര് വഴിയെ എടുക്കാൻ പറ്റും. നാളെ ഏത് മുസ്ലിം പള്ളി ചോദിക്കില്ലേ, ക്രിസ്ത്യൻ പള്ളി ചോദിക്കില്ലേ, കൊടുക്കാൻ പറ്റുമോ? അമ്പലങ്ങൾ സ്ഥാപിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്, സർക്കാരിൻ്റെ ജോലിയാണോ? അല്ല, അത് ജനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ സ്ഥാപിക്കുക. അങ്ങനെ സ്വതന്ത്രമായി നടന്നു വരുന്ന കാര്യത്ത് ഗുരുവിനോരോന്ന് പറയുന്ന കാലത്ത് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എല്ലാവരും കൂടി ചേർന്ന് കൈകൊട്ടിപ്പാട്ടൊക്കെ നടത്തി എല്ലാം ഗംഭീരമാണ്, നീയും ഗംഭീരം, ഞാനും ഗംഭീരം, നമ്മളും ഗംഭീരം എന്ന് പറഞ്ഞാലൊന്നും ഇവിടുത്തെ സത്യങ്ങളൊന്നും ഇല്ലാതാവില്ല, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവില്ല. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാതാവില്ല. ശരണ്യ സ്നേഹജന വിവരങ്ങളുമായി. ശരണ്യ, ജി സുധാകരന്റെ പ്രത്യേകത പറയാനുള്ളത് തുറന്നടിച്ചു പറയുമെന്നത് തന്നെയാണ്. ഇതിപ്പോ വിദ്യാഭ്യാസ പൊതുമരാമത്ത് വകുപ്പുകൾക്കെതിരെ നേരിട്ട് തന്നെയാണ് വിമർശനം.
ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാൻ അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ചില സമയത്തൊക്കെ ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ ഏത് വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം? ആ വിമർശനങ്ങളെ എത്ര കണ്ടിപ്പോൾ CPM കാര്യമായി ഗൗനിക്കാറുണ്ട്? തീർച്ചയായിട്ടും CPM ഇപ്പോൾ കാര്യമായി ഗൗനിക്കാറില്ല എന്നുള്ളതാണ്. മറിച്ച് പ്രതിപക്ഷത്ത് നിന്ന് മറുപടി പറയുന്ന ഒരു രീതിയാണ്. പക്ഷെ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളത് ആണ് എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വൈകിട്ട് നടന്ന പരിപാടിയിലാണ് ഇങ്ങനൊരു വിമർശനം ജി സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. SNDP സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 6 കോടി രൂപ ചെലവഴിച്ച് ക്ഷേത്രത്തിന് നേരിട്ട് അമ്യൂണിറ്റി സെന്റർ പണിയുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാർ നടത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനം ജി സുധാകരൻ ഉന്നയിച്ചത്. അത്തരത്തിൽ ക്ഷേത്രത്തിന് എന്തിനാണ് AC ഡീലക്സ് മുറികൾ എന്നുള്ളതാണ്. അതിന്റെ വരുമാനം ആർക്ക് ലഭിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ജി സുധാകരൻ ഉന്നയിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം പറയുന്നത് UP അടക്കം കേന്ദ്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രം പണിയുന്നതിനെ വിമർശിക്കുന്ന നമ്മൾ അടിസ്ഥാന വികസനത്തിനായി പണം ചെലവഴിക്കാതെ ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾക്ക് സ്വകാര്യ സ്വത്തായി കെട്ടിടങ്ങൾ പണി നൽകുന്നതിനെതിരെയാണ് അദ്ദേഹം തുറന്നടിച്ചത്. എല്ലാവരും ചേർന്ന് കൈകൊട്ടി താളത്തിൽ പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല എന്ന് ജി സുധാകരൻ പറയുന്നു. ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലേതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നു. ഈ 6 കോടി രൂപ ചെലവഴിക്കുന്ന സമയത്ത് അത് സ്കൂളുകളുടെ കെട്ടിടം പണിക്കോ അല്ലെങ്കിൽ കുടിവെള്ളം എത്തിക്കുന്നതിനോ വീടില്ലാത്തവർക്ക് വീട് പണി നൽകുന്നതിനോ ആ തുക ഉപയോഗിക്കണമെന്നുള്ള വിമർശനവും ജി സുധാകരൻ എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 6 കോടി രൂപയുടെ അമ്യൂണിറ്റി സെന്റർ പണിയുന്നു എന്ന് H. സലാം MLA പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിൽ അതിനുള്ള പണം അനുവദിച്ചതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ജി സുധാകരൻ ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല ക്ഷേത്രങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വകാര്യ സ്വത്ത് പോലെ പണം നൽകാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ സമീപിക്കേണ്ടത് ദേവസ്വം ബോർഡിനെയാണ്. ദേവസ്വം ബോർഡാണ് സർക്കാരിനെ സമീപിക്കേണ്ടത്. അല്ലാതെ AC ഡീലക്സ് മുറികൾ പണിതു കൊടുക്കാൻ സർക്കാർ നേരിട്ട് ക്ഷേത്രങ്ങൾക്ക് പണം നൽകുകയല്ല വേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രസക്തമായ ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. മറ്റു വിഭാഗത്തിലുള്ള മറ്റു മതങ്ങളിലുള്ള പള്ളികളോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളിലുള്ള ആരാധനാലയങ്ങളിലുള്ളവർ ഇത്തരത്തിൽ പണം ചോദിച്ചാൽ അത് കൊടുക്കാൻ സർക്കാരിനാകുമോ എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ശ്രീജ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പണം ഉപയോഗിച്ച് അമ്പലത്തിൽ അമ്യൂണിറ്റി സെന്റർ പണിയുന്നതിനെതിരെയായിരുന്നു ജി സുധാകരന്റെ വിമർശനം. സ്കൂൾ കെട്ടിടങ്ങൾ പണിയട്ടെ എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വിമർശനം ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാഗ്യവശാൽ മാത്രം, ഇന്നലെ നമ്മൾ കണ്ടത് ഭാഗ്യം കൊണ്ട് മാത്രം ആലപ്പുഴയിൽ കാർത്തികപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിൽ കെട്ടിടം ഇടിഞ്ഞു വീണതിൽ കുട്ടികളൊന്നും പെട്ടില്ല എന്നതാണ്. തൊട്ടു മുൻപാണ് വളരെ ശോചനീയാവസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമായി ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്ക് അടിച്ചൊരു കുഞ്ഞു മരിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രസക്തമാവുന്നത്. ഇടുക്കി നെടുങ്കണ്ടം ചോറ്റുപാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളെ ചൊല്ലി ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നു. സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ബില്ല് മാറി നൽകിയെന്നാണ് ആരോപണം. ഓപ്പൺ ഓഡിറ്റോറിയം, വിവിധ ടോയ്ലറ്റുകൾ എന്നിവയുടെ നിർമ്മാണം മുടങ്ങിയിരിക്കെ ബില്ല് മാറി നൽകി എന്നും ആരോപണമുണ്ട്. ചോറ്റുപാറ സ്കൂളിൽ 3 പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. 2021-22 കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 10 ലക്ഷം അനുവദിച്ച് നിർമ്മിച്ച ശുചിമുറി ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല. പ്ലംബിംഗ് ജോലികൾ കൃത്യമായി ചെയ്യാത്തതിനാൽ ശുചിമുറിയിലെ ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന സ്ഥിതിയാണ്. എന്നാൽ ഇത്തരം ജോലികളുടെ മുഴുവൻ തുകയും കരാറുകാർക്ക് ബിൽ മാറി നൽകിയെന്നാണ് ആരോപണം. ഓരോ വർഷവും സ്കൂളുകൾക്കായി പദ്ധതികൾ അനുവദിക്കുന്നുണ്ടെങ്കിലും പലതും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് വളരെ മോശമായിട്ടാണ് പലപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. അത് പണിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വരെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ ഒരു 10 ലക്ഷം രൂപ വരുന്ന ടോയ്ലറ്റ് പണിതിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ അതിന്റെ ടാങ്കുകൾ മൂടാനോ അതിലേക്കുള്ള വാട്ടർ കണക്ഷൻ കൊടുക്കാനോ അതിന്റെ മറ്റ് പണികൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിന്റെ 10 ലക്ഷം രൂപ ഫണ്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് അറിയുന്നു. അതുപോലെ പുതിയ ഫണ്ടുകൾ, അതായത് പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് സ്കൂളുകൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കോൺട്രാക്ടർമാർ പാർട്ടിക്കാരുടെയും മറ്റു ആളുകളുടെയും ബിനാമികളായിട്ടുള്ള ആളുകൾ വന്ന് കോൺട്രാക്ട് എടുക്കുകയും സ്കൂൾ പോലും അറിയാതെ പണി പൂർത്തീകരിക്കുകയും ഫണ്ട് മാറിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ തൂണുകൾ കോൺക്രീറ്റ് ചെയ്ത് കൃത്യമായി ഉറപ്പിച്ചിട്ടില്ല. മേൽക്കൂരയിൽ നിന്ന് വീഴുന്ന മഴവെള്ളം വരാന്തയിലേക്ക് വീഴാതെ ഒഴുകിപ്പോകുന്നതിന് പാത്തിയും സ്ഥാപിച്ചിട്ടില്ല. ക്ലാസ് വരാന്തകളിൽ ടൈൽ ഇടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടില്ല. ഇതോടൊപ്പം
SSKയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി മറ്റൊരു ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും അതും പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. അതേസമയം നിർമ്മാണം സംബന്ധിച്ച് വിവരങ്ങൾ തിരക്കാൻ കരാറുകാരെ ബന്ധപ്പെട്ടാൽ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പ്രാദേശിക വികസനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രാദേശിക വിഷയങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വെള്ളക്കയം പള്ളിക്കവല വെന്റഡ് ക്രോസ് ബാർ കം ക്രോസ്വേ നിർമ്മാണ ഉദ്ഘാടനം നടത്തവെയാണ് സർക്കാരിന് മുന്നിലുള്ള മുൻഗണനാ വിഷയങ്ങളെക്കുറിച്ച് മന്ത്രി സംസാരിച്ചത്. നാടിൻ്റെ പ്രാദേശിക വിഷയങ്ങൾ പ്രത്യേകം പരിഗണിച്ച് പരിഹരിക്കും. വികസന പദ്ധതികൾ പൂർത്തിയാക്കി ഇടുക്കി ടൗൺഷിപ്പ് രൂപീകരിക്കാൻ ശ്രമം നടക്കുന്നതായും മന്ത്രി പറഞ്ഞു. നമുക്ക് വരുന്ന 5 വർഷം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി പുതിയൊരു മുനിസിപ്പാലിറ്റി സർക്കാർ ആരംഭിക്കുന്നെങ്കിൽ അതിൽ പ്രയോറിറ്റി കിട്ടത്തക്ക നിലയിലുള്ള പോപ്പുലേഷനും വികസനവും നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് വെള്ളക്കയം പള്ളിക്കവല വെന്റഡ് ക്രോസ് ബാർ കം ക്രോസ്വേ. 5.5 കോടി രൂപ നീക്കിവെച്ചുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മരിയാപുരം കുതിരക്കല്ലിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാം കുന്നേൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. കുരങ്ങിനെ കാണുന്നത് നമ്മുടെ സാധാരണ കുരങ്ങന്മാരില്ലാത്ത മേഖലയിലൊക്കെ വലിയ കൗതുകമായിരിക്കും. പ്രത്യേകിച്ച് സിംഹവാലൻ കുരങ്ങൊക്കെ ആണെങ്കിൽ അതിലൊരു കൗതുകമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ ആക്രമണം സഹിക്കവയ്യാതെ ഒരു നാട് മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പാലക്കാട് പോത്തുണ്ടി കോതശ്ശേരി ഗ്രാമത്തിലാണ് ഇങ്ങനൊരവസ്ഥ. ഈ മേഖലയിൽ മാസങ്ങളായി സിംഹവാലൻ കുരങ്ങുകളുടെ ആക്രമണം പതിവാണ്. കുട്ടികളടക്കം നിരവധി പേർക്ക് കുരങ്ങിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇപ്പോൾ ഈ വിഷയത്തിൽ വനം വകുപ്പ് ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ മാർച്ചടക്കം നടന്നത്. കഴിഞ്ഞ 2 മാസമായി പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം കോതശ്ശേരിയിൽ സിംഹവാലൻ കുരങ്ങിന്റെ ആക്രമണം പതിവാണ്. കുരങ്ങിന്റെ ആക്രമണത്തിൽ ധാരാളം കൊച്ചുകുട്ടികൾക്ക് പരിക്കുപറ്റി. ആക്രമണം വർദ്ധിച്ചതോടെ ജനങ്ങളും ഭീതിയിലാണ്. ഭയപ്പാടോടെയാണ് കുട്ടികളെ പുറത്തുവിടുന്നത്. പ്രശ്നത്തിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ ഉടനടി നടപടി ആവശ്യപ്പെട്ട് നാഷണൽ ജനതാദൾ പോത്തുണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നാഷണൽ ജനതാദൾ ജില്ലാ ട്രഷറർ MA സുൽത്താൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉപദ്രവകാരികളായ സിംഹവാലൻ കുരങ്ങിനെ ഉടൻ പിടിച്ച് കൂട്ടിലടച്ച് കാട്ടിലയക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്തെ മികച്ച ബഡ് സ്കൂളുകളിൽ ഒന്നാവാൻ ഒരുങ്ങുകയാണ് വിളയൂർ ബഡ് സ്കൂൾ. സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ബഡ് സ്കൂൾ വല്ലപ്പുഴ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിനു പിന്നാലെയാണിപ്പോൾ വിളയൂരിലും വലിയ ബഡ് സ്കൂൾ ഒരുങ്ങുന്നത്. മുഹമ്മദ് മുഹസിൻ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 ഘട്ടങ്ങളിലായി അനുവദിച്ച 1 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വിളയൂർ പഞ്ചായത്തും കുടുംബശ്രീയും ഒത്തുചേർന്നുകൊണ്ടാണ് ബഡ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 4 കെട്ട് രൂപത്തിലുള്ള ഡിസൈനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ബഡ്സ് സ്കൂളുകളുടെ പ്രവർത്തനം അപ്പോൾ അത് കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പുനരധിവാസത്തിനും അവരുടെ ട്രെയിനിങ്ങിനും പരിശീലനത്തിനും തൊഴിൽ സാധ്യതകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബഡ്സ് സ്കൂളുകളെ മികച്ച സൗകര്യങ്ങളാക്കുക എന്ന പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വിളയൂർ പഞ്ചായത്തിലെ ഈ ബഡ്സ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 3 ക്ലാസ് മുറികൾ, അതോടൊപ്പം തന്നെ സെൻസറി റൂം, ഓഫീസ് റൂം, അതുപോലെ തന്നെ കൗൺസിലിങ്ങിന് വേണ്ട റൂം അടക്കമുള്ള റൂമുകളെല്ലാം ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. 3 ക്ലാസ് മുറികൾ, കൗൺസിലിംഗ് റൂം, സെൻസറിംഗ് റൂം, ഓഫീസ് റൂം, പാചകപ്പുര, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ, കലാപരിപാടികൾക്കും പരിശീലന പരിപാടികൾക്കും ഉതകുന്ന ഹാൾ എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം നെടുമങ്ങാട് ഗോത്രവർഗ ഉന്നതികളിൽ സൗജന്യ PSC കോച്ചിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. വനംവകുപ്പും എക്സൈസിലെ നെടുമങ്ങാട് റേഞ്ചും ചേർന്നാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. തൊഴിലാണ് എൻ്റെ ലഹരി എന്ന പേരിലാണ് ഇരു വകുപ്പുകളും ചേർന്ന് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ കോച്ചിംഗ് നടത്തുന്നത്. കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസ് ഹാളിൽ ആരംഭിച്ച ക്ലാസുകൾ അരുവിക്കര MLA G. സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. നെടുമങ്ങാട് താലൂക്കിലെ ഗോത്രവർഗ ഉന്നതികളിലെ യുവാക്കളെ സർക്കാർ ജോലി നേടാൻ പ്രാപ്തരാക്കാനും പൊതുവിജ്ഞാനം അടക്കമുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനുമാണ് സൗജന്യ PSC കോച്ചിംഗ് ലക്ഷ്യമിടുന്നത്. തൊഴിലാണ് എൻ്റെ ലഹരി എന്ന പേരിൽ എക്സൈസ് നെടുമങ്ങാട് റേഞ്ചും വനംവകുപ്പും ചേർന്നാണ്
കോച്ചിംഗ് നടത്തുന്നത്. അരുവിക്കര കോട്ടൂർ ഫോറസ്റ്റ് ഓഫീസ് ഹാളിൽ ആരംഭിച്ച ക്ലാസുകൾ അരുവിക്കര MLA G. സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ഭാഗമായി ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് 26 ആഴ്ച നീണ്ടുനിൽക്കുന്ന ക്ലാസുകൾ സംഘടിപ്പിച്ചത്. നെടുമങ്ങാട് എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഗോത്രവർഗ ഉന്നതികളിൽ നടത്തുന്ന 3ാമത്തെ സൗജന്യ PSC പരിശീലന പരിപാടിയാണ് ഇത്. 2018 ഒക്ടോബറിൽ വാമനപുരം റേഞ്ചിലെ ഞാറനീലി ഇലഞ്ചിയത്തും 2023 ഡിസംബറിൽ നെടുമങ്ങാട് റേഞ്ചിലെ കാരക്കൻ തോടിലും വിജയകരമായ രീതിയിൽ PSC പരിശീലനം നടത്തി. ഇലഞ്ചിയത്ത് പരിശീലനം നേടിയ ഉദ്യോഗാർത്ഥികളിൽ 5 പേർ ഇതിനോടകം സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തു. പരിശീലനത്തിന് എത്തിച്ചേർന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 2000 രൂപ വില വരുന്ന PSC റാങ്ക് ഫയൽ സൗജന്യമായി വിതരണം ചെയ്യും. കുറ്റിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് G. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന പരിപാടിയിൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്യാം മോഹൻ IFS മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി എക്സൈസ് ഇൻസ്പെക്ടർ PL ഷിബു PSC ക്ലാസിന് നേതൃത്വം നൽകി. എക്സൈസ് ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അംഗങ്ങൾ, സെറ്റിൽമെന്റ് നിവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കിഴങ്ങ് വിള ഗ്രാമമാവാൻ ഒരുങ്ങുകയാണ് പാലക്കാട് തൃത്താല മണ്ഡലം. തെരഞ്ഞെടുത്ത 50 കർഷകരുടെ നേതൃത്വത്തിലാണ് കിഴങ്ങ് വിളകൾ കൃഷി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ സ്ഥാപനം, സുസ്ഥിര തൃത്താല പദ്ധതി, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. നാടൻ വിഭവങ്ങളായ കിഴങ്ങുകൾ കൃഷി ചെയ്ത് കിഴങ്ങുവിള ഗ്രാമമാകാനുള്ള ശ്രമത്തിലാണ് പാലക്കാട് ജില്ലയിലെ തൃത്താല. തെരഞ്ഞെടുക്കപ്പെടുന്ന 50 കർഷകർ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നു. ഒരു കർഷകൻ 25 സെന്റ് ഭൂമിയിലാണ് കൃഷി ചെയ്യുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം, സുസ്ഥിര തൃത്താല പദ്ധതി, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. മരിച്ചീനി, മധുരക്കിഴങ്ങ്, കൂർക്ക, ചേന എന്നിവയും കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുകളും കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം കർഷകർക്ക് നൽകും. 1,00,000 തെങ്ങൻ തൈ വെച്ചുപിടിപ്പിച്ചു. ഫലവർഗ കൃഷി തൈകൾ നമ്മൾ വിലക്കുന്നുണ്ട്. പച്ചക്കറി കൃഷി വിപുലമായിട്ട് നടത്തി വരുന്നു. ഇപ്പൊ വിഷു റംസാന് വേണ്ടി മാത്രം 152 ഏക്കർ നമ്മൾ നടത്തി. എന്നിട്ട് വിഷുവിനോടനുബന്ധിച്ച് ഒരു കാർഷിക വിപണന മേളകൾ നടത്തി. കൃഷിയിലൂടെ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില നൽകി കർഷകരിൽ നിന്ന് വാങ്ങുകയും ചെയ്യും. തൃത്താല ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തിലും കിഴങ്ങ് വിളകളുടെ വിത്ത് ഗ്രാമങ്ങൾ വികസിപ്പിക്കുന്നതിന് സഹായവും നൽകും. കിഴങ്ങ് വിളകളുടെ പുതിയ ഇനങ്ങളെയും പുതിയ സാങ്കേതിക വിദ്യകളെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തുന്നതിനായി കാർഷിക പ്രദർശനവും സംഘടിപ്പിച്ചു. ന്യൂസ് 18 തൃത്താല. മലപ്പുറം ചീക്കോട് കൊളമ്പലത്ത് ഏറാമ്പ്ര വലിയ തോടിന് കുറുകെ VCB കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം ജനകീയ ആഘോഷമാക്കി മാറ്റി. 1500 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഏറാമ്പ്ര ശിവക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾക്ക് ഇനി വളരെ സുഗമമായി ചെല്ലാം. ഏരാമ്പ്ര ശിവക്ഷേത്രത്തിലേക്ക് തോടുമുറിച്ച് കടന്ന് പാടത്തിലൂടെ വരിക എന്നത് ഒരു കടമ്പ തന്നെയായിരുന്നു വിശ്വാസികൾക്ക്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിനെത്തിയപ്പോഴാണ് MLA TV ഇബ്രാഹിമിന് മുമ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP സയ്യിദും PK വിജീഷും അമ്പല കമ്മിറ്റി ഭാരവാഹികളും ഈ ദുരവസ്ഥ വിവരിച്ചത്. പരിഹരിക്കാമെന്ന് MLA ഉറപ്പും കൊടുത്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം MLA ക്ഷേത്രത്തിൽ നേരിട്ടെത്തി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെറുകിട ജലസേചന വിഭാഗത്തിനോട് എസ്റ്റിമേറ്റ് എടുത്ത് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നെ സമ്മർദ്ദത്തിന്റെ കാലം. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ നേരിൽ കണ്ട TV ഇബ്രാഹിം കാര്യങ്ങൾ ധരിപ്പിച്ചു. അവസാനം കഴിഞ്ഞ വർഷം 58 ലക്ഷം രൂപ അനുവദിച്ചു. ഇത് ഉപയോഗിച്ച് VCB കം ബ്രിഡ്ജ് നിർമ്മിക്കുകയും ചെയ്തു. ഇതിനു പുറമെ തോടിന്റെ അരികുകൾ കെട്ടി റോഡാക്കി യാത്രാ സൗകര്യം ഒരുക്കിയതോടെ ക്ഷേത്രത്തിലേക്കും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിന് സാധിക്കുന്ന അവസ്ഥയിലായി. വർഷങ്ങളായി ജനങ്ങൾ ആഗ്രഹിച്ചത് TV ഇബ്രാഹിം MLA സാധിപ്പിച്ചു നൽകിയതോടെ പാലം ഉദ്ഘാടനം മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി നാട് ഒരു ഉത്സവമായി ഏറ്റെടുത്തു. MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് MLA പറഞ്ഞ് എൻ്റെ ഫണ്ടിൽ നിന്ന് 25-15 ഒക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷേ MLA അതല്ല ഉദ്ദേശിച്ചത്. MLA പറഞ്ഞു ഇവിടെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഒരു 60ഓളം ലക്ഷം റുപ്യ വരുന്ന ഫണ്ട് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ശ്രമത്തിൻ്റെ പിന്നാലെയായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ വിളിക്കുന്ന സമയത്ത് MLA പറയും നിങ്ങൾ എന്തിനാ ബേജാറാണ്, ഞാൻ ഏറ്റതാണ്, അമ്പലമുറ്റത്തുനിന്ന് ഞാൻ ഏറ്റൊരു സംഗതിയാണ്, അത് ഞാനൊരു വിശ്വാസിയാണ്, എനിക്ക് വിശ്വാസം തെറ്റിക്കാൻ പറ്റും, കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും, അതിന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ട്. വാർഡ് മെമ്പറായിട്ട് സംസാരിച്ച് അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക്, ക്ഷേത്രം എന്ന് പറയാനില്ല, ഈ നാടിന് വീട്ടുകാർക്ക് മൊത്തത്തിൽ
ഒരു വഴി അല്ലെങ്കിൽ ഒരു പാലം ഉണ്ടാക്കി തരാമെന്നൊരു വാഗ്ദാനം പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിറവേറി. നമ്മളെ ബഹുമാനപ്പെട്ട MLA മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ പാലം ഈ റോഡും നല്ല രീതിയിൽ ചെയ്തു തന്ന് ഞങ്ങൾ ഈ നാട്ടിനും ഈ അമ്പലത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഘോഷയാത്രയും ശിങ്കാരിമേളവും പടക്കവും പായസവും കുരുത്തോലയും അഭിവാദ്യ ബാനറുകളുമായി സ്ത്രീകളും കുട്ടികളുമടക്കം ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും അണിനിരന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. TV ഇബ്രാഹിം MLA അധ്യക്ഷം വഹിക്കുകയും ശിലാഫലകം അനാച്ഛാദനം നടത്തുകയും ചെയ്തു. റോഡിന്റെ നവീകരണത്തിന് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അടുത്ത വർഷം ആവശ്യമുള്ള ഫണ്ടും അനുവദിക്കുമെന്ന് MLA ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതിഷേധം. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ്സുകൾ തടയുന്നു. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലുള്ള ബസ്സുകളാണ് തടയുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ ഈ അപകടമുണ്ടായതിനു ശേഷം ഇന്നലെ ഉച്ച കഴിഞ്ഞ് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ പ്രതിഷേധമാണോ? എന്താണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്? ശ്രീജ, തുടർച്ചയായ 2 ദിവസമാണ് പ്രതിഷേധം നടന്നത്. മിനിഞ്ഞാന്ന് ആണ് വിദ്യാർത്ഥി ഈ വാഹനമിടിച്ച് ബസ്സിടിച്ച് മരിച്ചത്. അതിനുശേഷം മിനിഞ്ഞാന്ന് വൈകുന്നേരം വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പിന്നീട് ഇന്നലെ ഏതാണ്ട് പകൽ മുഴുവൻ നീണ്ട പ്രതിഷേധമാണ് കുറ്റ്യാടിയിൽ ഉണ്ടായത്. വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ കുറ്റ്യാടി ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തുകയും ബസ്സുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പോലീസും പ്രതിഷേധക്കാരുമായി പലവട്ടം ഏറ്റുമുട്ടുകയും നിരവധി പേരെ കസ്റ്റഡിയെടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് രാവിലെ വീണ്ടും കുറ്റ്യാടി കോഴിക്കോട്ട് റൂട്ടിൽ ബസ് സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന ആവശ്യവുമായി യുവജന സംഘടനകൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരമാണ് ഇപ്പോൾ രാവിലെ ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഗുണ്ടകളാണ് ഈ ബസ്സിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ജീവനക്കാർ എന്നാണ് അവർ ആരോപിക്കുന്നത്. ഒപ്പം എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി അതിവേഗത്തിലാണ് കുതിച്ചുപായുന്നത്. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിച്ചാണ് സർവീസ് നടത്തുന്നതെന്ന് അവർ ആരോപിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ഒരു മാന്യമായ വാഹനം ഓടിക്കും എന്ന ഉറപ്പ് നൽകാതെ ഈ റൂട്ടിലെ സർവീസ് പുനരാരംഭിക്കാൻ അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും രാവിലെ ഒരു ബസ് സർവീസ് നടത്താൻ ആരംഭിച്ചപ്പോൾ തന്നെ അത് തടയുകയും പിന്നീട് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ കയറ്റിയിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ റൂട്ടിലെ ബസ്സുകൾ വഴി ആളുകൾ ഇനി തൽക്കാലം യാത്ര ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം പോലീസ് ഉദ്യോഗസ്ഥ വാഹനത്തിനുള്ളിൽ കയറി നിൽക്കുന്നതും വാഹനത്തിന് മുമ്പിൽ കൊടി സ്ഥാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആ ബസ്സിന്റെ സഞ്ചാരം തടയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഗൗരവമുള്ള ഒരു ക്രമസമാധാന പ്രശ്നമായി തന്നെ ഈ കുറ്റ്യാടി മേഖലയിലൂടെയുള്ള അല്ലെങ്കിൽ പേരാമ്പ്രയിൽ നിന്നും കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലുള്ള വാഹനങ്ങളുടെ ഒരു സഞ്ചാരം മാറിയിരിക്കുന്നു. കഴിഞ്ഞ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ 2 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നും പൊതുപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും പ്രവർത്തകർ വലിയ രോഷം വാഹനത്തിനേരെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കുറ്റ്യാടി പേരാമ്പ്ര ഭാഗത്താണ് ഇന്നും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാവുന്നത്. തുടർച്ചയായ 3-ാം ദിവസമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടാവുന്നത്. മത്സരയോട്ടം ഈ മേഖലയിൽ വലിയ പ്രശ്നമാവുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനൊരു അപകടത്തിന് ശേഷം വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുന്നത്. വാർത്തകളിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഇടവേള എടുക്കുന്നു. പതിവ് പോലെ പോലീസ് പട്രോളിലേക്ക് പോവുകയാണ്. പോലീസ് പട്രോൾ കാണാം.